ബഹുമാനപ്പെട്ട തോമസ് എബ്രഹാച്ചൻ്റെ അനുസ്മരണ സമ്മേളനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ മെയ് 17 അച്ഛൻ പൗരോഹിത്യം ഏറ്റിട്ട് 50 വർഷം തികഞ്ഞ അതേ ദിവസം ബഹുമാനപ്പെട്ട അച്ഛന് ഞങ്ങൾ ഇവിടെ ഒരു അനുമോദന സമ്മേളനം നടത്തി. ഇന്നൊരു 17 3 മാസങ്ങൾക്ക് ശേഷം അച്ഛനെ അനുസ്മരിക്കുന്ന ഒരു മീറ്റിംഗ് നടത്തേണ്ടി വന്നതിൽ നമുക്കെല്ലാവർക്കും അതിയായ ദുഃഖമുണ്ട്. എങ്കിലും ദൈവ നിയോഗം അതായിരുന്നു എന്ന് വിശ്വസിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഇന്നത്തെ ഈ മീറ്റിംഗില് അനുശോചന പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി വട്ടക്കുന്ന് റെസിഡൻസ് അസോസിയേഷന്റെയും ഈസ്റ്റ് മേഡം അന്നദാന പ്രസ്ഥാനത്തിന്റെയും സെക്രട്ടറിയായ ശ്രീ മാത്യു എ മത്തായി സാറിനെ ക്ഷണിച്ചോളുന്നു. സദസ്സിലും വേദിയിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കുറിയന്നൂർ അഭിവന്ദ്യ തോമസ് എബ്രഹാം എപ്പിസ്കോപ്പാച്ചൻ ഈ കഴിഞ്ഞ ജൂലൈ 21 അമേരിക്കയിൽ വെച്ച് അന്തരിച്ചു. അച്ഛൻ്റെ ഭൗതിക ദേഹം ഈ കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 4 നാട്ടിൽ എത്തിക്കുകയും സംസ്കാര ശുശ്രൂഷകൾ നടത്തിയുമുണ്ടായി. അച്ഛനെ സംബന്ധിച്ചിടത്തോളം, റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം, ഈസ്റ്റ് മീനുടെ അന്നദാന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 2 പ്രസ്ഥാനങ്ങൾക്കും വളരെ കൈത്താങ്ങും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് എപ്പോഴും വളരെ സഹായിയും എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകി വന്നിരുന്ന വ്യക്തിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ ആകസ്മികമായ അപ്രതീക്ഷിതമായ വിയോഗം വളരെ വേദനാജനകമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഈ അനുസ്മരണ യോഗം കൂടുന്നത്. അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അനുശോചന പ്രമേയം ഞാനിവിടെ വായിച്ച് അവതരിപ്പിക്കുകയാണ്. കുറിയന്നൂർ വന്യ തോമസ് എബ്രഹാം എപ്പിസ്കോപ്പ 2025 ജൂലൈ 21 അമേരിക്കയിൽ അന്തരിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ വൈദികരിൽ ഒരാളായിരുന്നു അച്ഛൻ. തൻ്റെ മാതൃസഭയായ ഈസ്റ്റ് മീനുടൻ സെൻറ് ജോർജ് പള്ളി ഉൾപ്പെടെ 11ലധികം ദേവാലയങ്ങളിലും തിരുവനന്തപുരം, കൊല്ലം, മലബാർ ഭദ്രാസനങ്ങളിലും അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. കോട്ടയം പഴയ സെമിനാരിയുടെ മാനേജറായും അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു തോമസ് എബ്രഹാച്ചൻ. മീനുടം TMU UP സ്കൂൾ, വാഴൂർ സെൻറ് പോൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രധാന അധ്യാപകൻ ആയിരുന്നു. കോട്ടയം ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറസ് തിരുമേനി ഉൾപ്പെടെ നിരവധി പ്രശസ്തർ അച്ഛൻ്റെ ശിഷ്യ പരമ്പരയിൽ ഉണ്ട്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തും അച്ഛൻ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വട്ടക്കുന്ന് പൗരസമിതി രൂപീകരിക്കുകയും നിരവധി സാമൂഹിക സാംസ്കാരിക വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 8 വർഷങ്ങൾക്ക് മുമ്പ് വട്ടക്കുന്ന് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ രക്ഷാധികാരിയായി മരണം വരെ ആ സ്ഥാനത്ത് തുടരുകയും റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും സഹകരണവും നൽകുകയും ചെയ്തിരുന്നു. റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ്റെ സാന്നിധ്യവും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എന്നും വളരെ വിലപ്പെട്ടതായിരുന്നു. ഈസ്റ്റ് മീനുടെ അന്നദാന പ്രസ്ഥാനത്തോടും തോമസ് എബ്രഹാച്ചന് വളരെ കരുതൽ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അന്നദാന മഹോത്സവത്തിൽ അച്ഛൻ പങ്കെടുക്കുകയും ഏൽപ്പിക്കുന്ന ഏതൊരു ചുമതലയും വളരെ സന്തോഷത്തോടെ നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു. തലമുറകളുടെ വഴികാട്ടി വന്യ തോമസ് എബ്രഹാം എപ്പിസ്കോപ്പ അച്ഛൻ്റെ അപ്രതീക്ഷിത വേർപാട് ഈ ദേശത്തിന്, ശിഷ്യ വട്ടക്കുന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും ഈസ്റ്റ് മീനുടെ അന്നദാന പ്രസ്ഥാനത്തിനും ഒരു തീരാ നഷ്ടമാണ്. ഒരു വൈദികൻ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും
സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിലും അച്ഛൻ ഈ നാടിന് നൽകിയ സേവനങ്ങളെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. വന്യ തോമസ് എബ്രഹാം കോറോപ്പിസ്കോപ്പ അച്ഛൻ്റെ വിയോഗത്തിൽ ഈ യോഗം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് മൗനമായി. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ വന്നു ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ആശംസിക്കുന്നതിനായി പട്ടം റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സാം വർഗീസിനെ ക്ഷണിച്ചുകൊള്ളു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബന്ധനായ ജോസഫ് കെ മാത്യു അച്ഛൻ, മീനടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കുര്യൻ കുര്യാക്കോസ് അച്ഛൻ, നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കെ ടി ചാക്കോസ് സാർ അവറുകൾ, ഈസ്റ്റ് മീനടം അന്നദാന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി കെ തോമസ്, റെസിഡന്റ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട രാജു സാറ്, അസോസിയേഷന്റെയും അന്നദാന പ്രസ്ഥാനത്തിന്റെയും ഭാരവാഹികള്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്ദനായ തോമസ് എബ്രഹാം അച്ഛൻ ഈ പ്രദേശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ മാത്രമല്ല, പ്രദേശത്തുള്ള സാംസ്കാരിക പരിപാടികളിൽ, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. റെസിഡന്റ് അസോസിയേഷനെ സംബന്ധിച്ച് 2017 ഈ പ്രദേശത്ത് ഇത്തരമൊരു സംഘടന ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഞങ്ങൾ 6-7 പേർ ഒന്നിച്ചുകൂടി പല പ്രാവശ്യം അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്ത് ഈ സംഘടന തുടങ്ങിയപ്പോൾ അന്ന് മുതൽ അച്ഛൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ദിവസം വരെയും ഈ സംഘടനയുടെ രക്ഷാധികാരികളിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാൻ കാണുന്ന ചില സവിശേഷതകൾ ബഹുമാനപ്പെട്ട അച്ഛനിൽ, രക്ഷാധികാരി എന്ന നിലയിൽ മീറ്റിംഗിൽ വന്നു പോയി എന്ന് മാത്രമല്ല അച്ഛൻ്റെ പ്രവർത്തനം. അസോസിയേഷന്റെ ഏതൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ തന്നെ അച്ഛൻ അതിന്റെ ആദ്യം തന്നെ വരികയും മീറ്റിംഗ് അവസാനിക്കുമ്പോൾ പോവുകയില്ല, മറിച്ച് ഏറ്റവും അവസാനം പോകുന്ന വ്യക്തികളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. മീറ്റിംഗിന് ശേഷം അവിടെ ഇരിക്കുന്ന ആളുകളെയൊക്കെ വ്യക്തിപരമായി കാണുകയും അവരുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത അച്ഛനുണ്ടായിരുന്നു. അറിയാം, അച്ഛന്റെ പ്രസംഗം പലപ്പോഴും കേൾക്കുമ്പോൾ അറിയാം, പഴയകാല ഓർമ്മകൾ ഓർത്തെടുത്ത് സംസാരിക്കുകയും അതിലൊക്കെ നർമ്മങ്ങൾ കലർത്തി സംസാരിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേകമായ കഴിവ് ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. ഒരു വൈദികൻ എന്ന നിലയിൽ മലങ്കര സഭയിലെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ച ഒരു വ്യക്തിത്വമാണ്. കോട്ടയം ഭദ്രാസനത്തിലെ വലിയ ദേവാലയങ്ങളിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചു. പഴയ സെമിനാരിയുടെ മാനേജറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. സഭ അദ്ദേഹത്തിന് കോറപ്പിസ്കോപ്പ സ്ഥാനം നൽകി. പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, ആദ്യം മുതൽ അച്ഛൻ എങ്ങനായിരുന്നോ അതേ അച്ഛനായിരുന്നു ഈ സ്ഥാന പദവികളിലൊക്കെ അലങ്കരിക്കുമ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. ഒരു സാധാരണ വൈദികനായിരിക്കുമ്പോഴും പഴയ സെമിനാരിയുടെ മാനേജർ ആയിരിക്കുമ്പോഴും കോറപ്പിസ്കോപ്പ സ്ഥാനത്തിരിക്കുമ്പോഴും തോമസ് എബ്രഹാം അച്ഛൻ തന്നെയായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കാണുകയും
വളരെ സൗമ്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. ദീർഘമായിട്ട് ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം അച്ഛനെ പറ്റി അനുസ്മരിക്കുവാൻ ഏറ്റവും അനുയോജ്യരായ വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്നതായ വിശിഷ്ട വ്യക്തികളെ, സഹോദരങ്ങളെ, നമ്മളിന്ന് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട കൊറിയന്നൂർ അച്ഛൻ്റെ തോമസ് എബ്രഹാം കോറെപ്പിസ്കോപ്പ അച്ഛനെ അനുസ്മരിക്കുക ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനും അന്നദാന കമ്മിറ്റിയും പൗരാവലിയും ചേർന്നുള്ളതായ ഈ ഒരു സമ്മേളനമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഈ ദേശത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നമ്മളിവിടെ അച്ഛൻ്റെ വിവരങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, വിവിധ തലങ്ങളിൽ, ആത്മീയ തലങ്ങളിൽ, വിദ്യാഭ്യാസ തലത്തിൽ, അതുപോലെ തന്നെ മറ്റ് പൊതുമണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. എനിക്ക് അച്ഛനുമായി ഉള്ളതായ ഓർമ്മയെന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട അച്ഛൻ വൈദികനായിട്ട് പട്ടമേൽക്കുന്നതായ ശുശ്രൂഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിന് മുമ്പത്തെ എനിക്കറിയത്തില്ല. 1975 നമ്മുടെ പുത്തമ്പള്ളിയിൽ സെൻറ് ജോർജ് പള്ളിയിലെ പഴയ പള്ളിയിൽ വെച്ചായിരുന്നു പട്ടമേറ്റത്. അന്ന് ഞാൻ വളരെ ബാലനായിട്ടിരിക്കുന്ന ഒരാളാണ്. ആദ്യമായിട്ട് ഞാൻ അച്ഛൻ്റെ പട്ടം കൂടെയാണ് ഇന്ന് കാണുന്നത്. അന്ന് പട്ടമേൽക്കുന്നത് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ മെത്രാപ്പൊലീത്തായിരുന്നായിരുന്നു. അച്ഛൻ്റെ കൊച്ചമ്മ സഹോദരനിയുടെ പിതൃ സഹോദരനായ കൊച്ചി ഭദ്രാസനത്തിൻ്റെ യൂഹാനന്മാർ സേവരിയസ് തിരുമേനിയിൽ നിന്നായിരുന്നു അന്ന് പട്ടമേൽക്കുന്നത്. അപ്പം അന്നത്തെ ആ ക്രമീകരണങ്ങളും സാഹചര്യങ്ങളും ആളുകൂടുന്നതും ഒക്കെ അതുകൊണ്ടാണ് പിന്നീട് അതേക്കുറിച്ച് പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ചെറുപ്പത്തിലുള്ളതായ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുകയില്ല. പക്ഷേ വീണ്ടും നമ്മളിതേക്കുറിച്ച് ചർച്ച ചെയ്യുകയും ആവർത്തിക്കുകയും അതുപോലെ തന്നെ അതേക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുമ്പം ആ ഓർമ്മ അവിടെ നിലനിൽക്കും. അതുകൊണ്ട് കൃത്യമായി ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നീട് അച്ഛനുമായിട്ട് വളരെ അടുപ്പവും സ്നേഹവുമായി. അച്ഛൻ ദേവാലയത്തിലെ നമ്മുടെ സെൻറ് ജോർജ് പള്ളിയുടെ വികാരിയായിട്ട്, സാധാരണ ഇപ്പോൾ സമീപകാലങ്ങളിൽ, പണ്ടൊക്കെയും ഇടവപ്പട്ടക്കാരെന്ന് പറയുന്നത് അതാത് പള്ളിയിലെ അച്ഛന്മാരെ തന്നെ, ആ ഇടവയിലെ അംഗങ്ങളെ തന്നെയായിരുന്നു പള്ളികൾ ചുമതല കൊടുത്തിരുന്നത്. എന്നാൽ ഏകദേശം ഒരു 1960 ശേഷം വൈദികര് മാറി മാറി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അത് സ്വന്തം ഇടവയിൽ സാധാരണഗതിയിൽ പിന്നീട് അങ്ങനെ കൊടുക്കാറില്ലായിരുന്നു. എന്നാൽ ഈ പള്ളി പണിയുടെ സാഹചര്യം വന്നതുകൊണ്ട് അന്ന് അച്ഛനെ നമ്മുടെ പുത്തമ്പള്ളിയുടെ വികാരിയായിട്ട് ഇടവ മെത്രാപ്പൊലീത്ത നിയമിച്ചു. അപ്പോൾ അത് പൂർത്തീകരിക്കുവാനായിട്ട് അച്ഛന് അത് സാധിച്ചു. അത് കൂദാശ ചെയ്യുന്നതും അന്നത്തെ വലിയ ചടങ്ങുമൊക്കെ അതും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അത് ഇടവകയിലായാലും സ്കൂളിൻ്റെ ചുമതലയായാലും തന്നെ ഏൽപ്പിക്കുന്ന ഏത് പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുമായിരുന്നു. കോട്ടയത്തെ പഴയ സെമിനാരി, അതായത് കേരളത്തിലെ ആദ്യത്തെ ഒരു അങ്ങനെയുള്ളതായ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒരു സ്ഥാപനം ആദ്യത്തെ പഴയ സെമിനാരിയാണ്. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ തന്നെ ആദ്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് പഴയ സെമിനാരിയിലാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാർ വന്ന് ആദ്യം ആരംഭിച്ചത് അവിടെയാണ്. അതായത് കൽക്കട്ടയിലെ സറാംപൂർ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. അവിടെ നിന്നാണ് പിന്നെ CMS കോളേജ് അങ്ങോട്ട് മാറ്റുന്നത്. അപ്പം അങ്ങനെയുള്ളതായ ആ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായിട്ട് സഭ അദ്ദേഹത്തെ നിയമിച്ചു. അവിടെ നന്നായി ശോഭിച്ചു. അവിടെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ അവിടുത്തെ വിദ്യാഭ്യാസ ഭാഗമല്ല, അല്ലെങ്കിൽ അവിടെയുള്ളതായ ക്ലാസ്സുകളുടെ ചുമതലയല്ലായിരുന്നു, മറ്റവിടുത്തെ ഭൗതികമായ എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം പഴയ ബിൽഡിങ്ങായിരുന്നു. കാരണം 180 വർഷം പഴക്കമുള്ളതായ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. അപ്പം അതൊക്കെ പുനരുദ്ധരിക്കുകയും ബലവത്താക്കുകയൊക്കെ ചെയ്ത് അച്ഛൻ്റെ കാലത്താണ്. അതെല്ലാം നല്ല ഭംഗിയാക്കി തീർത്തു. അതുപോലെ തന്നെ അവിടെ
അതിൻ്റെ പുരയിടങ്ങളും എല്ലാം നല്ല ഭംഗിയാക്കി തീർത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ കോവിഡ് വന്ന് അച്ഛൻ പോന്നു കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അതിൻ്റെ പഴയ രീതിയിലായി. അച്ഛൻ ഇരുന്നതായ ഇടവുകളിലെല്ലാം അച്ഛൻ ഒരു അനുഗ്രഹമായിരുന്നു. നമുക്ക് പിന്നീടുള്ളതായ ഏറ്റവും അടുത്തുള്ള ഒരു ദേവാലയം എന്ന് പറയുന്നത് കോത്തല സെഹിയോൻ പള്ളി. അത് അച്ഛനാണത് നിർമ്മിച്ചത്, പുനർനിർമ്മാണം നടത്തിയത്, പുതുതായിട്ട് നിർമ്മിച്ചത്. അച്ഛൻ വികാരിയായിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് അച്ഛൻ നിർവഹിച്ചിട്ടുണ്ട്. അച്ഛൻ സ്കൂളിൻ്റെ ചുമതല വഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് TMUP സ്കൂളിൻ്റെ, അന്നൊക്കെ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാഴൂർ സെൻറ്റ് പോൾസ് സ്കൂള്, ഹൈസ്കൂള്, അതിൻ്റെ മാസ്റ്ററായിട്ട് പ്രവർത്തിക്കുമ്പോഴൊക്കെ നന്നായി കാര്യങ്ങൾ പ്രവർത്തിച്ച് അധ്യാപകരെയും നാട്ടുകാരെയും, അവിടുത്തെ ഒരു പ്രത്യേകത മാനേജ്മെൻറ്റിൻ്റെയും സ്കൂളിൻ്റെയും വളരെ വ്യത്യസ്തമായ ചില തലങ്ങളുണ്ട്. സഭയുടെ നേരിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും പഴയ ഒരു സ്കൂൾ സഭ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ കമ്മിറ്റിയിലുള്ളവരും അതിൻ്റെ ഉടമകളായിട്ടുള്ളവരും ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം യാതൊരു വിധമായ ബുദ്ധിമുട്ടും കൂടാതെ അച്ഛൻ്റെ പ്രത്യേകമായ താല്പര്യവും അച്ഛനോടുള്ള താല്പര്യം ആൾക്കാരുടെയും കൊണ്ട് ആ സ്കൂളൊക്കെ അന്ന് നല്ല ഭംഗിയായിട്ട്, വാഴൂർ സ്കൂള് ഭംഗിയായിട്ട് പോകുമായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ നമ്മുടെ ഈ നാട്ടുപുറത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, ഒരു മരണം നടക്കുകയോ അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നിടത്തെല്ലാം അച്ഛൻ ഇടപെടുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, അച്ഛനൊരു നോട്ട്ബുക്കിൻ്റെ ഒരു സംവിധാനം, ഞാനും അവിടെ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾക്ക് മറ്റ് വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ നല്ല വ്യത്യാസത്തിലാണ് അന്നത് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് സാധാരണക്കാർക്കൊക്കെ അവിടുന്ന് നോട്ട്ബുക്ക് വാങ്ങിക്കുന്നത് അതൊരു വലിയ ലാഭത്തിനൊന്നുമല്ലായിരുന്നു. അതുകൊണ്ട് അനേക സ്കൂളുകൾ, എന്നോട് പല സ്കൂളുകളും ബന്ധമുണ്ടായിരുന്ന പല സ്കൂളുകൾ ഞാനിങ്ങനെ പറയും, അച്ഛൻ്റെ രീതിയിൽ ചെന്ന് വാങ്ങിച്ചാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വില കുറഞ്ഞ് കിട്ടും. അച്ഛൻ വലിയ ലാഭത്തിലല്ല അത് ചെയ്യുന്നത്, അതുകൊണ്ട് വില കുറഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് സ്കൂളുകൾ അച്ഛൻ്റെ അരികിൽ വന്ന് നോട്ട്ബുക്ക് ആ കമ്പനിയിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതായ നല്ല നല്ല സേവനങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇരുന്നതായ ദേവാലയങ്ങളെല്ലാം അച്ഛനൊരു വൻ വിജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി നമ്മുടെ കോട്ടയം മേഖലയിലെയോ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു പള്ളിയാണല്ലോ. അവിടുത്തെ വികാരിയായി സേവനമനുഷ്ഠിച്ചു നല്ല ജനങ്ങളെല്ലാം ഒരുപോലെ കൊണ്ടുപോവുകയും നല്ല നേതൃത്വം വഹിക്കുകയും ചെയ്തു. ഞാനിത് അച്ഛനുമായിട്ട് ഇതുപോലെ അടുത്ത് നിന്ന് അച്ഛനെ വീക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് പറയുവാനായിട്ട് പ്രിയപ്പെട്ട ചാക്കോ സാറും അച്ഛനും ഒക്കെ മറ്റുള്ളവരും എല്ലാം ഉണ്ട്. ഞാൻ സമയം അപഹരിക്കുന്നില്ല. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ കടന്നുപോക്ക് നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നല്ല കുറേ മാതൃകകൾ നമുക്ക് കാണിച്ചുകൊണ്ടാണ് അച്ഛൻ ഇവിടുന്ന് പോയത്. അത് നമുക്ക് എന്നും ഒരു മാതൃകയാണ്, നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അതായത് നമ്മളൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ എന്ത് അവശേഷിപ്പിക്കുന്നു എന്നുള്ളതൊരു കാര്യമാണ്. നമ്മളൊക്കെ പോകുമ്പോൾ ശരിക്കും ഒരു ശൂന്യത തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് വരികയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു വിജയമായിരുന്നു പറയാം. അല്ലെ, പോയത് ഈ മാരാശ്ശേരി പോയി കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു പരാജയമായിരുന്നു പറയാം. അവിടെയാണ് അച്ഛൻ്റെ ജീവിതവും ദർശനവും പ്രവൃത്തികളും അധ്വാനങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തീരുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതം നമുക്ക് അനുഗ്രഹമായിരുന്നു, ദേശത്തിന് അനുഗ്രഹമായിരുന്നു. നമ്മുടെ ഇങ്ങനെ ഒരു ഗ്രാമീണ പ്രദേശത്ത് അച്ഛൻ്റെ സ്നേഹം നമുക്ക് വിറ്റുവാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് അച്ഛൻ്റെ സ്നേഹം ബഹുമാനം കൊടുക്കുവാനായിട്ടും സാധിച്ചു. അതിൻ്റെ ഒരു കാര്യമാണ്. അങ്ങനെ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഈ ഒരു ബന്ധവും സ്നേഹമൊക്കെ നിലനിർത്തുവാൻ സംഗതിയായി തീരട്ടെ. അച്ഛൻ്റെ സ്മരണ എന്നും നിലനിൽക്കുവാൻ സംഗതിയായി തീരട്ടെ. നമുക്ക് എന്തെങ്കിലും ചെറിയ തോതിലാണെങ്കിലും ഇവിടുത്തെ പൗരാവലിയും ഈ നാട്ടുകാരിലെ ജനങ്ങളും അതുപോലെ തന്നെ ഈ അസോസിയേഷനും അതുപോലെ തന്നെ അന്നദാന മഹോത്സവം ചേർന്ന് വലിയൊരു സമ്പന്നമായ ഒരു സാഹചര്യമൊന്നുമല്ല. എന്തെങ്കിലും ഒരു ഓർമ്മ നിലനിർത്തത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും ഒന്ന് ആരംഭിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ സ്മരണ എക്കാലം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിൽ സന്തോഷം അനുഭവിക്കാൻ സംഗതിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛൻ്റെ വിയോഗത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടും ആ കുടുംബത്തോടുള്ള പ്രാർത്ഥന അറിയിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിംഗിൽ അച്ഛനെ അനുസ്മരിക്കുവാനായിട്ട് ആരെ വിളിക്കണമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഏറ്റവും ആദ്യം കടന്നു വന്ന പേര് ബഹുമാനപ്പെട്ട കെ ചാക്കോ സാറിൻ്റെ പേരാണ്. അച്ഛൻ്റെ കൂടെ ഈ സ്കൂളിൽ ഇരുന്ന് ഒരുമിച്ച് പഠിച്ച വ്യക്തിയാണ്. അച്ഛൻ കോർപ്പിസ്കോപ്പ സ്ഥാനത്ത് ഉയർത്തപ്പെട്ടപ്പോൾ ഇവിടെ അനുമോദനം നടത്തിയപ്പോൾ അന്നും ബഹുമാനപ്പെട്ട സാറ് ഇവിടെ എത്തി ആശംസകൾ അറിയിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കെ ടി ചാക്കോ സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഇന്ന് ഈ അനുസ്മരണ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന റവറൻ ഫാദർ ജോസഫ് കെ മാത്യു, റവറൻ ഫാദർ കുര്യാക്കോസ്, സ്വാഗതം ആശംസിച്ച ശ്രീ മാത്യു എ മത്തായി, അനുശോചന പ്രമേയം അവതരിപ്പിച്ച ശ്രീ മാത്യു എ മത്തായി, സ്വാഗതം അർപ്പിച്ച സാം, ശ്രീ വി ഡി ലാലു, ശ്രീ ഷാജി, ഈ വേദിയിലേക്ക് പിന്നീട് കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ, വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം ഒത്തിരിയേറെ ഓർമ്മകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഇതേ ക്ലാസ് മുറിയിലെ ഓരോ വർഷവും ഒന്നിച്ചിരുന്ന് പഠിച്ച 5 വർഷം തുടരെ ഈ സ്കൂളിലെ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ തോമസ് എബ്രാച്ചൻ്റെ കൂടെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് 3 കൊല്ലത്തേക്ക് ഞാൻ കുറ്റിക്കലെ സെൻറ് തോമസ് എന്ന മിഡിൽ സ്കൂളാണ്, അവിടേക്ക് ഞാൻ മിഡിൽ സ്കൂളിലേക്ക് പോയി. അതേസമയം അച്ഛൻ ഇവിടുന്ന് നേരെ MGMയിലേക്കും MGMയിലേക്ക് പോകുന്നതിന് മുമ്പ് 1 വർഷം എനിക്ക് തോന്നുന്ന ആരാമ്പള്ളി സ്കൂളിലും പഠിച്ചു. വീണ്ടും ഞങ്ങൾ 9, 10, 11 ക്ലാസ്സുകളിൽ, അന്ന് 11 ക്ലാസ്സും പ്രീ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ഘടനയാണുള്ളത്. വീണ്ടും ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ 9, 10, 11 MGM സ്കൂളിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ഒരു 8 വർഷം ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ, MGMയിലൊക്കെ പല ഡിവിഷൻസ് ഉണ്ടായിരുന്നെങ്കിലും പല സെക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അച്ഛനും ഞാനും ഒക്കെ ഒരേ സെക്ഷനിൽ തന്നെയാണ് ആ 3 കൊല്ലം പഠിച്ചത്. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. അന്ന് നിങ്ങൾക്കുള്ള അറിയാവുന്ന പോലെ വാഹനങ്ങളോ സ്കൂളിൽ പോകാനായിട്ടുള്ള മറ്റു സംസാധനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലമാണ്. ഞാൻ മോസ്കോ കവലയ്ക്ക് അപ്പുറത്ത് ചമ്പക്കര അമ്പലത്തിൻ്റെ ഉള്ള വഴിയിലെ അടിയിലുള്ള വീടാണ് എൻ്റേത്. അവിടുന്ന് നടന്ന് മുരിപ്പാറക്കുന്ന് കയറി മാലത്തെ വീടിൻ്റെ അതിലൂടെ വന്ന് അച്ഛൻ അന്നേരത്തേക്ക് അവിടെ തയ്യാറായിട്ട് നിൽക്കും. അച്ഛനും ഞങ്ങളും ഒക്കെ ഒന്നിച്ചാണ് MGM സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെക്കുറിച്ച് പറയുമ്പോഴേ കുറച്ചൊക്കെ കുസൃതികൾ കാണിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ഞാനും മാട്ടയിലെ ചാക്കോയും കൊച്ചുവീട്ടിലെ തമ്പി ഒക്കെ. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു കടിഞ്ഞാണിടുന്ന വ്യക്തിത്വമായിരുന്നു അച്ഛൻ്റേത്. ആ പഠിക്കുന്ന കാലത്ത് പോലും ഒരു സംയമനത്തിൻ്റെ മുഖമായിരുന്നു. അതിൽ വിട്ടൊന്നും ചെയ്യരുതെന്നുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ബലത്തിലുള്ള ഒരു ഉപദേശം എപ്പോഴും തന്നുകൊണ്ടിരുന്നു. സൗമ്യമായിട്ട് പെരുമാറുകയും വളരെ ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അച്ഛനും.
എന്നെ സംബന്ധിച്ചിടത്തോളം പാമ്പാടി സ്കൂള് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൂടുതലും തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചത്, യൂണിവേഴ്സിറ്റി കോളേജിലും യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പഠിപ്പിക്കുകയായിരുന്നു ഒരു ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്ത്. അത് കഴിഞ്ഞ് ഞാൻ IPS മാറി, 2 കൊല്ലം IPS-ലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് IAS 35 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് IIT യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ഡയറക്ടറുമായിട്ട് വർക്ക് ചെയ്തു. അപ്പം അങ്ങനെ നാട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അച്ഛൻ്റെ അധ്യാപന കാലത്തെ കുറിച്ചും വികാരിയായിരിക്കുന്ന സമയത്തിലുള്ള ഇടപെടലുകളെ കുറിച്ചും വ്യക്തിപരമായിട്ട് ഇവിടെ നാട്ടിൽ നിന്ന് അതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചില്ല. പക്ഷെങ്കിൽ മിക്കപ്പോഴും അവധിക്ക് വരുമ്പോൾ അച്ഛനെ കാണുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. കുടുംബപരമായിട്ട് അച്ഛനെ സന്ദർശിക്കുമായിരുന്നു കുടുംബത്തോടൊപ്പം. അച്ഛനെക്കുറിച്ച് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, നമ്മളൊക്കെ കാണുന്നതാണ്, ഫലം കായ്ക്കുന്ന വൃക്ഷം അതിൻ്റെ ശിഖരങ്ങളെ താഴുന്നു. ഫലം തരുന്ന വ്യക്തിത്വങ്ങളെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും സൗമ്യതയുള്ളതും അഹങ്കാരം വെടിഞ്ഞതും മറ്റുള്ളവരെ കരുതുന്ന രീതിയിലുള്ള പ്രവർത്തനമുള്ളവരുമാണ്. അച്ഛൻ അതിനെ അന്വർത്ഥമാക്കിയ ഒരു വ്യക്തിത്വമാണ്. ഗൃഹസ്ഥരായിട്ടുള്ള പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭയിലെ ഒരു മാതൃകാപരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുക എന്നുള്ളത് വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നല്ല സന്ദേശമാണ്. അച്ഛനും കൊച്ചമ്മയുമായിട്ടുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും കരുതലും നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. കൊച്ചമ്മ വെല്ലൂരൊക്കെ ആയിരിക്കുമ്പോഴും അസുഖത്തിൻ്റെ സമയങ്ങൾ കൂടി കടന്നുപോയപ്പോഴും ഒക്കെ ഏത് വിധേനയാണ് അച്ഛൻ ശുശ്രൂഷിച്ചതെന്നുള്ളത് നമ്മൾ പലരും അടുത്തറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഉത്തമ കുടുംബജീവിതത്തിൻ്റെ മാതൃക നമുക്ക് പകർന്നു തന്നിട്ടാണ് അച്ഛൻ പോകുന്നത്. വിശ്വാസത്തിൻ്റെ മാതൃക വേറെ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശ്വാസ സമൂഹത്തെ ആത്മീയ ഉണർവിലേക്ക് നയിക്കുക, അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുക, പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള ആ കടമകൾ അച്ഛൻ വേണ്ടുവോളം നിർവഹിച്ചു. സത്യസന്ധമായിട്ട് ഉള്ള പെരുമാറ്റത്തിന് എല്ലാവരും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അത് കാരണം തന്നെയാണ് പഴയ സെമിനാരി പോലെയുള്ള വലിയ സ്ഥാപനത്തിലെ സാധാരണഗതിയിൽ ഗൃഹസ്ഥരായിട്ടുള്ള പുരോഹിതരെ മാനേജറായിട്ട് നിയോഗിക്കാറില്ല. എക്സെപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിലും അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ സാമ്പത്തികമായിട്ടാണേലും അല്ലാതെയുള്ള കാര്യങ്ങളിലുള്ള കൃത്യനിഷ്ഠയും സത്യസന്ധതയും ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള കഴിവും അത് പ്രദർശിപ്പിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അച്ഛനെ പഴയ സെമിനാരിയുടെ മാനേജരാണ്. നേരത്തെ ജോസഫ് കെ മാത്യു സൂചിപ്പിച്ച പോലെ മാനേജരായിരുന്ന സമയത്ത് അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ അച്ഛൻ ശ്രമിച്ചു. കാട് പിടിച്ച് കിടന്ന ആ പറമ്പ് മുഴുവൻ കിളപ്പിച്ച് വാഴ വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ കൃഷിയോട് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിത്വം. അപ്പലാമൂട്ടിലെ ചെന്നാൽ നല്ല ഇഞ്ചി കിട്ടുമെന്ന് എന്നോട് നേരത്തെ ചായനും അമ്മയൊക്കെ പറയുമായിരുന്നു. അവിടെ അച്ഛൻ നല്ലവണ്ണം കൃഷി ചെയ്യും. അപ്പം പല മേഖലകളിൽ അച്ഛനെ പ്രവർത്തിച്ചു. ഒരു ഉത്തമ മാതൃക നമുക്ക് തന്നിട്ടാണ് കടന്നുപോയിരിക്കുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടിടത്തോളം, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പുരോഹിതൻ എന്നുള്ള രീതിയിലൊന്നും ഒരു പക്ഷേ പലരും അച്ഛനെ വീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ
ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞ ഒരു പുരോഹിതനായിരുന്നു. ശ്രവിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം പറഞ്ഞാൽ അത് ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു മനസ്സച്ഛനുണ്ടായിരുന്നു. എടുത്തിയാട്ടം തീരെയില്ല, മുൻകോപമില്ല, ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവും പരിശ്രമവും ഉണ്ട്. അതുകൊണ്ടാണ് എത്രയോ വലിയൊരു ജനാവലിയാണ് അച്ഛനെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി കാണുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് കപിലാമൂട്ടിലെ വീട്ടിലും പള്ളിയിലും ഒക്കെ എത്തിയത്. അതുപോലൊരു ജനസമൂഹമാണ് എത്തിയത്. അത് അച്ഛൻ്റെ സേവനങ്ങളുടെ ഒരു സാക്ഷ്യം ആണ്. പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിലും ഉറപ്പിക്കാനായിട്ട് കഴിയുക, തനിക്ക് ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ജനങ്ങളെ നേർവഴിയിൽ നടത്താൻ വേണ്ടി മാതൃകാപരമായിട്ട് പെരുമാറുക, ഇതിലൊക്കെ അച്ഛൻ വളരെ നല്ല ഉദാഹരണം നമുക്ക് കാഴ്ചവെച്ചിട്ടാണ് പോയത്. അപ്പോൾ അച്ഛനെ അനുസ്മരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അച്ഛനെ വേർപിരിഞ്ഞതിലുള്ള അതിയായ ദുഃഖമുണ്ട്. കാരണം ഞങ്ങൾ അതുപോലെ ഉത്തമ സുഹൃത്തുക്കളായിട്ട് വളർന്നു വന്നവരാണ്. ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ലാസ്റ്റിലെ അച്ഛനെ വീട്ടിൽ വന്നത് അച്ഛൻ്റെ ബാച്ചിലെ പഴയ സെമിനാരിൽ പഠിച്ച സാം ഗബ്രിയേൽ അച്ഛൻ ഒന്നിച്ചാണ്. അവര് ഒരു ബാച്ചാണ്. സാം ഗബ്രിയേൽ അച്ഛൻ ഡൽഹിയിലെ മിക്ക ദേവാലയങ്ങളുടെയും വികാരിയായിരുന്നു. ഓർത്തഡോക്സ് ഫെയ്ത്തിനെ കുറിച്ച് അഗാധമായിട്ടുള്ള അറിവും ദൃഢതാപൂർവം അതിനെ പാലിച്ചു വന്നിരുന്ന രണ്ട് പട്ടക്കാരാണ്. അച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ വേർപാടിലുള്ള ദുഃഖം ഉണ്ടെങ്കിൽ പോലും വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി അച്ഛനെ ഈ അനുസ്മരണത്തിൽ ഞാൻ പങ്കുചേരുന്നു. എല്ലാവരും ഈ മീറ്റിങ്ങിലേക്ക് വന്ന് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന ഈ വേദിയിൽ സന്നിഹിതരായതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വട്ടക്കുന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പല പ്രോഗ്രാമുകളിലും നേരത്തെ വരാനായിട്ട് സാം എന്നോട് പലവട്ടം സംസാരിച്ചെങ്കിലും ഓരോരോ കാരണങ്ങളാൽ അന്നൊന്നും എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. അതിലെ ഖേദമുണ്ട്. അന്നദാനം പ്രസ്ഥാനത്തിൻ്റെ പങ്കാളിയായി ഞാൻ പലപ്പോഴും അവിടെ സന്നിഹിതനായിട്ടുണ്ട്. അതിലെ ഭാരവാഹികളും ഇതോടുകൂടി ഈ ചടങ്ങിലെ ചുക്കാൻ പിടിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.